ഈ സിയെ ആവട്ടെ തന്റെ അമ്മയുടെ പക്കലുണ്ടായിരുന്ന പെൻഡന്റ് ഒരു പെൺകുട്ടിയുടെ ബാഗിൽ ഹാങ് ചെയ്തിരിക്കുന്നത് കാണാനിടയാവുന്നു. പെൺകുട്ടി ആവട്ടെ അവളെ പഠിപ്പിച്ച ഒരു അധ്യാപികയെ തേടിയാണ് അവിടെ എത്തിയത്. എന്നാൽ പെൺകുട്ടിയെ വീണ്ടും കണ്ടെത്താനായിട്ട് സിഇഒ ആവട്ടെ അവന്റെ എല്ലാ മീറ്റിങ്ങുകളും ക്യാൻസൽ ചെയ്ത് അവളുള്ള പ്രൈവറ്റ് റൂമിലേക്ക് ചെല്ലുന്നു. അതേസമയം പെൺകുട്ടി മാത്രമേ മുറിയിലുണ്ടായിരുന്നുള്ളൂ. തന്റെ അയൽവാസിയായിരുന്ന ദമ്പതികളുടെ മകളായിരുന്നു അവളെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അവന് മനസ്സിലാവുന്നുണ്ട്. ചെറുപ്പകാലത്ത് പെൺകുട്ടിക്ക് നായയുടെ കടിയേറ്റപ്പോൾ യുവാവാണ് അവളെ തോളിലേറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ സംഭവത്തിന് ശേഷം ഇപ്പോഴും അവളുടെ മുഖത്ത് ഒരു മങ്ങിയ പാട് അവശേഷിച്ചിരുന്നു. 20 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും അവർ കണ്ടുമുട്ടുന്നത്. എന്നാൽ പെൺകുട്ടിക്ക് അവനെ തിരിച്ചറിയാൻ സാധിച്ചില്ല. സിഇഒ ആവട്ടെ അവൾക്ക് എവിടെ നിന്നാണ് ആ പെൻഡന്റ് ലഭിച്ചതെന്ന് തിരക്കുന്നുണ്ട്. പെൻഡന്റ് ഒരു അയൽവാസിയുടെ ആണെന്നും ഇത് വളരെ മനോഹരമായി തോന്നിയതുകൊണ്ട് താൻ സൂക്ഷിച്ചയാണെന്നും അവൾ മറുപടി പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പെൺകുട്ടിയാവട്ടെ അവളുടെ മാതാപിതാക്കളോടൊപ്പം അവളുടെ മുത്തശ്ശനെ അടക്കിയ സ്ഥലത്തേക്ക് പോയിരുന്നു. പെൺകുട്ടിയാവട്ടെ തൊട്ടടുത്തുണ്ടായിരുന്ന കല്ലറകൾ മുഴുവൻ കാട് കയറി കിടക്കുന്നത് ശ്രദ്ധിക്കാനും ഇടവരുന്നു. ഈ സമയത്ത് പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഇത് നമ്മുടെ അയൽവാസിയുടെ കല്ലറയാണെന്നും 4 കുടുംബാംഗങ്ങളുള്ള കുടുംബത്തിലെ മൂത്ത മകൻ മാത്രമേ രക്ഷപ്പെട്ടിരുന്നുള്ളൂ എന്നും കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ട ആ യുവാവ് പിന്നീട് തിരിച്ച് നാട്ടിലേക്ക് വന്നിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ ഈ കല്ലറകൾ അവഗണിക്കപ്പെട്ടു പോയി എന്നും പറയുന്നു. ഇത് കേട്ട് ദയ തോന്നിയ പെൺകുട്ടി കല്ലറയ്ക്ക് മുകളിൽ പിടിച്ചിരുന്ന കളകളെല്ലാം വൃത്തിയാക്കിയതിനു ശേഷം അവരോട് ആദരവ് അർപ്പിക്കുകയും ചെയ്യുന്നു. ഈ സമയത്താണ് അവളുടെ അമ്മ ഒരു പെൻഡന്റ് പുറത്തെടുത്തതിനു ശേഷം അയൽവാസിയുടെ അവശേഷിപ്പായി ഈ ഒരു പെൻഡന്റ് മാത്രമേ ബാക്കിയുള്ളൂ എന്നും അവരോടുള്ള ആദരവിന് വേണ്ടി കത്തിക്കെന്നും പറയുന്നു. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് തോന്നിയ പെൺകുട്ടിയാവട്ടെ അവരെ തടഞ്ഞിട്ട് ആ പെൻഡന്റ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുകയും അത് സൂക്ഷിക്കാമെന്നും കരുതുന്നു. എന്നാൽ ആ ഒരു പെൻഡന്റ് മൂലം തന്നെ അവളുടെ ജീവിതം മാറി മറിയാൻ പോവുകയാണെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. തന്റെ അച്ഛനമ്മമാരുടെയും കൂടപ്പിറപ്പിന്റെയും മരണം അംഗീകരിക്കാൻ കഴിയാത്ത സിഇഒ ആവട്ടെ രാപ്പകലില്ലാതെ ജോലികളിൽ മുഴുകുന്നു. അങ്ങനെ ശക്തിയും സമ്പന്നതയും അവന് ലഭിക്കുന്നുണ്ടെങ്കിലും യാതൊരു ഇമോഷൻസും ഇല്ലാതെയാണ് അവൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അവന്റെ അമ്മയുടെ പെൻഡന്റ് കണ്ടപ്പോൾ മാത്രമാണ് അവൻ വീണ്ടും സ്വബോധത്തിലേക്ക് തിരിച്ചെത്തുന്നത്. തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്റെ അമ്മയാണ് ആ പെൺകുട്ടിയെ അയച്ചെന്ന് ആ യുവാവ് വിശ്വസിക്കുന്നുമുണ്ട്. സിഇഒയ്ക്ക് ആവട്ടെ ഇതിനോടകം തന്നെ അവളുടെ മേലിൽ ശക്തമായ പൊസസീവ്നെസ് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ ടീച്ചറുടെ അപേക്ഷ പോലെ തന്നെ അവൾക്ക് തന്റെ കമ്പനിയിൽ ഒരു ജോലി നൽകാമെന്നവൻ പറയുന്നു. പിറ്റേ ദിവസം പെൺകുട്ടി അവന്റെ കമ്പനിയിലേക്ക് എത്തുമ്പോൾ പെൺകുട്ടിയെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനായി അവനാവട്ടെ അവളെ പേഴ്സണൽ സെക്രട്ടറിയായി നിയമിക്കുന്നു. അതുമാത്രമല്ല $50,000 അവൾക്ക് മാസവരുമാനമായി നൽകുകയും സിറ്റിയുടെ ഹൃദയഭാഗത്ത് തന്നെ അവൾക്കൊരു അപ്പാർട്ട്മെന്റ് നൽകുകയും ചെയ്യുന്നു. അവളെ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കാനായി സിഇഒ ആവട്ടെ അവൾക്ക് എതിർവശത്തുള്ള അപ്പാർട്ട്മെന്റിലേക്ക് തന്നെ താമസവും മാറ്റുന്നു. എന്നാൽ അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് കണ്ടെത്തിയ സിഇഒ ആവട്ടെ വല്ലാതെ അതൃപ്തനാവുന്നു. പിന്നീട് തന്നെ അസിസ്റ്റന്റിനെ കൊണ്ട് അവളുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷനും അവൻ കളക്ട് ചെയ്യുന്നു. അവളുടെ ബോയ് ഫ്രണ്ട് വെറും ഒരു ഇന്ത്യൻ ലോയർ മാത്രമാണെന്ന് അവൻ കണ്ടെത്തുന്നു. അതുകൊണ്ട് തന്നെ പെൺകുട്ടിയുടെ മുമ്പിൽ വലിയൊരു ലോകം തുറന്നു കാണിച്ചു കൊടുക്കാൻ അവൻ തീരുമാനിക്കുന്നു.